Hi children, let's continue our story. Okay, in previous class we learned Abby's father shouted at him because she let the fish go. Right? അല്ലേ അച്ഛന് എബിൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്തിനാണ്? ഫിഷിനെ പോകാൻ അനുവദിച്ചുകൊണ്ട്. റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് സീ what happened next. Okay, take your textbook, page number 75. Gratitude. Gratitude means nandi. Gratitude means nandi. What shall I do now? What shall I do now? Ebin had no idea. Ebin had no idea. What shall I do now? ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ? അല്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എബിൻ ഹാഡ് നോ ഐഡിയ. എബിന് ഒരു ഐഡിയയും കിട്ടിയില്ല. ഹി സാറ്റ് ഓൺ ദി ഷോർ ലുക്കിംഗ് അറ്റ് ദി ബോട്ട്സ് സെയിലിംഗ് എവേ. ഹി സാറ്റ് ഓൺ ദി ഷോർ ലുക്കിംഗ് അറ്റ് ദി ബോട്ട്സ് സെയിലിംഗ് എവേ. ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഷോർ തീരത്ത് ഇരുന്നു. എന്നിങ്ങനെ ലുക്കിംഗ് അറ്റ് ദ ബോട്ട്സ് സെയിലിംഗ് എവേ. ബോട്ടുകൾ എന്താണ്? ബോട്ടുകൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് സെയിൽ ചെയ്ത് പോകുന്നത് നോക്കി, തിരിച്ച് വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോകുന്നതൊക്കെ നോക്കി അവനവിടെ ഇരുന്നു. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. എന്താണ്? എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. said that. Let's look. He heard a voice from the sea. He heard a voice from the sea. എന്താ അവൻ കേട്ടു? വോയിസ്, ഒരു സൗണ്ട്. എവിടെ നിന്നാ? ഫ്രം ദ സീ. സീയിൽ നിന്ന് കേട്ടു. Who's that? ആരാത്? Who's that? Ebin looked around in surprise. Ebin looked around in surprise. എന്താണ്? അത്ഭുതത്തോടു കൂടി എന്താണ്? ചുറ്റും നോക്കി. ഇവിടെ നിന്നാണല്ലേ? ഇവിടെ നിന്നാ സൗണ്ട് വരുന്നത്? ആരാ? എബിൻ could not believe his eyes. എബിൻ could not believe his eyes. എബിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായിരിക്കും കണ്ടത്? Can a fish speak? Can a fish speak? ഒരു ഫിഷിന് സംസാരിക്കാൻ പറ്റുമോ? He stood on the shore like a statue. Statue means പ്രതിമ കേട്ടോ. He stood, അവിടെ നിന്നു. On the shore, തീരത്ത് അങ്ങനെ തന്നെ നിന്നു. ഇങ്ങനെ ലൈക്ക് എ സ്റ്റാച്യു, ഒരു പ്രതിമ പോലെ അങ്ങനെ നിന്നു. Can a fish speak? ഒരു ഫിഷിന് സംസാരിക്കാൻ പറ്റുമോ എന്നോർത്ത് അവനൊരു പ്രതിമ പോലെ അങ്ങനെ നിന്നു. Dear boy, I will never forget your kindness. Dear boy, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, I will never forget your kindness. ഞാൻ ഒരിക്കലും നിൻ്റെ ദയ മറക്കുകയില്ല. കൈൻഡ്നെസ്, നിൻ്റെ ദയാഭാവം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. The fish said. Who said? The fish said. ഫിഷ് പറഞ്ഞു. Take this. ഇത് പിടിച്ചോളൂ. This is a magic ring. This is a magic ring. ഇതൊരു മാജിക് റിംഗ് ആണ്. ഇതൊരു മാജിക് റിംഗ് ആണ്. Rub it and see what it can do. Rub it. Rub means ഉരയ്ക്കുക. Rub it. അത് ഉരയ്ക്കുക. എന്താണ്? റിംഗ് ഉരയ്ക്കുക. And see what it can do. എന്നിട്ട് കാണുക അതിനെന്ത് ചെയ്യാൻ സാധിക്കും. Use this only when you are in need. Use this only when you are in need. നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കുക. അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. The fish came near Ebin and opened its mouth. The fish came near Ebin. എബിൻ്റെ അടുത്തേക്ക് വന്നു. And opened its mouth. And opened its mouth. എന്താണ്? വായ് തുറന്നു. There was a beautiful ring in its mouth. There was a beautiful ring in its mouth. എന്താണ്? വായിൽ എന്തുണ്ടായിരുന്നു? നല്ല ബ്യൂട്ടിഫുള്ളായ മനോഹരമായ ഒരു റിംഗ് ഉണ്ടായിരുന്നു, ഒരു മോതിരം.
Ebin took the ring and the fish swam back to the sea. Ebin took the ring. Ebin എന്ത് ചെയ്തു? റിങ് എടുത്തു. And the fish swam back to the sea. എന്താണ്? ഫിഷ് തിരിച്ച് സീയിലേക്ക് നീന്തി പോയി. അതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട് വിൽ എബിൻ ഡു വിത്ത് ദ മാജിക് റിംഗ്? വാട്ട് വിൽ എബിൻ ഡു വിത്ത് ദ മാജിക് റിംഗ്? മാജിക് റിംഗ് വെച്ച് എബിൻ എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യുമായിരിക്കും? നിങ്ങൾ നിങ്ങളുടേതായ വേർഡ്സിൽ പറയാം. അല്ലെ, എഴുതിക്കും. അപ്പോൾ എഴുതിക്കോളൂ, നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതുക. അറിയാവുന്ന പോലെ എഴുതിയാൽ മതി. ഓക്കെ, റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. If you got a magic ring, what would you do? If you got a magic ring, what would you do? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാജിക് റിംഗ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്യുക, എനിക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊരു എത്രയാണ്? 5 times വായിക്കാം. Read it 5 times. Okay. See you next class.